യാക്കീൻ പുത്രി ദൈവജനേത്രീ സൗഭാഗ്യം തേ യോഗ്യം നിന്നോർമ്മയ്ക്കീശൻ ശ്രേയസേകി നിന്നെ സ്വർഗേ ചേർത്താ നിന്നോർമ്മയ്ക്കീശൻ ശ്രേയസേകി നിന്നെ സ്വർഗേ ചേർത്താ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പുണ്യശ്ലോകനായ മാത്യൂസ് റമ്പാച്ചൻ തൻ്റെ മൗനകാലത്ത് ദൈവത്തോട് സംഭാഷിച്ച സംഭാഷണങ്ങളെ മധുര സംഭാഷണമായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയും ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി നമ്മളുടെ ഇടയിലേക്ക് വന്ന് മനസ്സിലാക്കി തന്ന കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനോട് നേരിട്ട് സംസാരിക്കുവാനുള്ള വരം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി വ്യാപാരം തൻ്റെ ജനനത്തിൽ കൂടി അവൻ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. അങ്ങനെയൊരു അവസ്ഥയിൽ തൻ്റെ മൗനകാലത്ത് കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് മാറിൽ ചാരിയിരുന്നുകൊണ്ട് കർത്താവിനോട് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തതിനെ അല്പസമയം നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് ശേഷം തൊട്ടടുത്ത് വരുന്ന ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംഭാഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കാം. മാത്യൂസ് റമ്പാപ്പച്ചൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവമേ, ഞങ്ങൾക്കായി താഴേക്ക് ഇറങ്ങി വന്നതിനാൽ നിനക്ക് സ്തുതി. അതിർത്തിയില്ലാത്ത കരുണയുടെ സമുദ്രമേ, ഞങ്ങളെപ്പോലെ മനുഷ്യനായി ജനിച്ചതിനാൽ നിനക്ക് സ്തുതി. കുറിക്കപ്പെടുവാൻ വഹിയാത്ത സ്നേഹസമുദ്രമേ, ഞങ്ങളോടുകൂടെ ജീവിച്ചതിനാൽ നിനക്ക് സ്തുതി. എൻ്റെ സർവ്വത്തിൻ്റെയും സർവ്വവുമേ, ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയേറ്റതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിനാൽ നിനക്ക് സ്തുതി. നിന്നെ കാണുവാനും അവിടുത്തെ ദിവ്യവചനങ്ങളും ഉപദേശങ്ങളും കേൾക്കുവാനും അതുമൂലം നിന്നെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ പ്രാപ്തനായി തീരേണ്ടതിനുമായി അടിയനിതാ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അടിയനോട് നീ ഇപ്പോൾ സംസാരിക്കണമേ. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് റമ്പാപ്പച്ചനോട് സംസാരിച്ച മറുപടി ഇപ്രകാരമാണ്. എൻ്റെ വാത്സല്യ പുത്രനെ, ഞാൻ നിന്നോട് സംസാരിക്കാം. നീ അത് കേട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് മുഖാന്തരം നീ അതീവ ഭാഗ്യവാനായിരിക്കും. ലോകത്തിൽ നീ അനുഭവിക്കുന്ന ഭാഗ്യമല്ല ഇത് എൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വരൂപിച്ചു കൊണ്ടേയിരിക്കുന്ന ഭാഗ്യകരാവസ്ഥയാണ്. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ജഡത്തിലായിരിക്കുന്നതിനാൽ നിനക്കത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. എൻ്റെ മകനെ, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഇച്ഛിച്ചതിലും ആഗ്രഹിച്ചതിലും പ്രാർത്ഥിച്ചതിലും അധികം അനുഗ്രഹങ്ങൾ ഞാനൊക്കെ തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് സർവശക്തനായ എന്നെ പരിപൂർണമായി നീ വിശ്വസിച്ചുകൊള്ളുക. നിനക്കൊരിക്കലും ഒരു കുറവും വരികയില്ല. ഈ നൽവരങ്ങൾ ആർക്കും ഒരു നാളും നിന്നിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുവാൻ കഴിയുകയുമില്ല. ഇതിനും പുറമേ എന്നെ തന്നെ മുഴുവനായി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഞാൻ മനുഷ്യാവതാരം ചെയ്തു തന്നെ ഇതുപോലെ മനുഷ്യരോട് നേരിട്ട് ഇടപെടുവാനും സംസാരിക്കുവാനുമാണ്. അന്ന് മോശയോട് സംസാരിച്ചപ്പോൾ അവൻ എന്നെ നോക്കുവാൻ ഭയമായിരുന്നു. എന്നാലിപ്പോൾ നീ എൻ്റെ അടുക്കൽ ഇരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കലും.
ഞാൻ സർവശക്തനും സർവ്വവിധ ഗുണവിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനുമാകുന്നു എന്നറിഞ്ഞുകൊള്ളുക. ആകയാൽ നീ ഒട്ടും സംശയിക്കാതെ നിൻ്റെ ഇഷ്ടം പോലെ എന്നെ ഉപയോഗിച്ചുകൊള്ളുക. അത് എനിക്കും ആനന്ദവും സന്തോഷവുമാകുന്നു. എൻ്റെ മകനെ, എൻ്റെ സന്തോഷം മനുഷ്യപുത്രന്മാരോട് കൂടെയാകുന്നു. ആകയാൽ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. എന്നെ തൽക്കാലം നിനക്ക് ശരിയായി കാണുവാൻ കഴിയുകയില്ലെങ്കിലും നിന്നെ എങ്കിൽ ഭരമേൽപ്പിച്ച അന്നു മുതൽ ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്നത് നീയല്ല, പിന്നെയോ ഞാൻ തന്നെയാകുന്നു. നിന്നിൽ വസിച്ച് നിന്നിൽ കൂടി പ്രവർത്തിക്കുകയാണ്. ആകയാൽ നിൻ്റെ സകല സംശയങ്ങളെയും നിരാശകളെയും നീ അകറ്റുക. അന്ത്യത്തോളം ഞാൻ നിന്നെ അനുഗ്രഹകരമായി വഴി നടത്തും നിശ്ചയം. നീ ഒന്നും കൂടുതലായി വിഷമിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നീ എപ്പോഴും എന്നിൽ വസിച്ചാൽ മാത്രം മതി. നീ അത് ശരിയായി അഭ്യസിക്കണം. അപ്പോൾ നിൻ്റെ ജീവിതം പരിപൂർണമായി തീരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നിൽ വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. അതിനാൽ നീ എന്നിൽ ആശ്രയിച്ചും വിശ്വസിച്ചും സ്നേഹിച്ചും കൊണ്ട് നിൻ്റെ പരിശ്രമങ്ങളെ പിന്തുടരുക. നിനക്ക് തോൽവി വരികയില്ല. നീ ശുഭമായ തുറമുഖത്ത് എത്തിച്ചേരും. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, അടിയൻ ഇതിനൊന്നും യോഗ്യനല്ല. തൃക്കണ്ണുകളിൽ അടിയന് ദയ തോന്നിയതിനാൽ നിനക്ക് സ്തുതി. അടിയനെ ഇതാ തിരുമുമ്പാകെ കാഴ്ചവയ്ക്കുന്നു. തിരുവിഷ്ടം പോലെ ഉപയോഗിക്കണമേ. സ്വയമായി അടിയന് ഒന്നും ചെയ്യുവാൻ ഇടയാകരുതേ. കർത്താവേ, ഞാൻ ഏറ്റവും ബലഹീനനാകുന്നു. എനിക്ക് നിന്നെ ദുഃഖിപ്പിക്കുവാൻ ഇടയാകാതെ നിന്നിൽ മാത്രം എന്നും വസിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അന്ത്യം വരെ സംഗതിയാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തിരുവിഷ്ടം പോലുള്ള പുണ്യ പരിശീലനങ്ങളിലേക്ക് അടിയനെ ദിവസത്തിന് ദിവസം അഭ്യസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. അതിനാൽ നിന്നെ എപ്പോഴും പ്രസാദിപ്പിക്കുവാൻ ഭാഗ്യം ലഭിക്കണമേ. ആയത് അവിടുത്തെ പ്രസവിച്ച മാതാവിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും നിബിയന്മാരുടെയും സഹതയന്മാരുടെയും ശേഷമുള്ള സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിവിധികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമീൻ. ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ മനുഷ്യനായി നമുക്ക് വേണ്ടി അവതരിച്ച കർത്താവ് മനുഷ്യനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ വന്യ പിതാപ്പച്ചൻ പറയുന്നത്, എന്നോടുകൂടെ നീ ആയിരിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുവെന്നാണ്. അതായത് കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചതനുസരിച്ച് നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്നേക്കാൾ സന്തോഷം എനിക്കാണ് എന്നാണ്. അങ്ങനെയാവുമ്പോൾ കർത്തൃസന്നിധിയിലിരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസവും അവന് സന്തോഷവും ലഭിക്കും. ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. മറ്റു മതങ്ങളിൽ നിന്നും ക്രിസ്തു മതം വ്യത്യസ്തമായിരിക്കുന്നത് ഇവിടെയാണ്. മതം എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തു വ്യത്യസ്തനായിരിക്കുന്നത് അങ്ങനെയാണ്. മറ്റ് ദൈവങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാകും. ക്രിസ്തു ഏറ്റവും കൂടുതൽ വ്യത്യസ്തനായിരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ നമ്മോട് കൂടെ വസിക്കുന്നവൻ. അതായത് ദൈവം മനുഷ്യരോട് കൂടെ. വേറൊരു ദൈവസങ്കല്പത്തിലും അങ്ങനെയില്ല. ദൈവം അങ്ങകലെയോ എവിടെയോ ഇരിക്കുന്ന ഒരു ശക്തി, ആ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു. ആ ശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ശക്തി അവൻ്റെ കീഴിൽ ഒരു അടിമയെപ്പോലെ കഴിയുന്നു എന്നുള്ള സങ്കല്പങ്ങളാണ് പല മതങ്ങളിലും. ഏകദേശം ആ സങ്കല്പം തന്നെയായിരുന്നു പഴയ നിയമത്തിലെ യഹോവയിൽ കൂടി മോശയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
അതായത് എല്ലാത്തിലും ഒരു ഭയമുളവാക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ചിട്ടകൾ, നിയമങ്ങൾ, പ്രമാണങ്ങളെല്ലാം അവിടെ ആ വശത്ത് കിടക്കുന്നു. എന്നാൽ ക്രിസ്തു അതിനെല്ലാം തച്ചുടച്ചു. എഫേസ്യ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അവൻ നമ്മുടെ സമാധാനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ വായിച്ചാൽ ഈ മർമ്മം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. മുമ്പേ ദൂരസ്ഥനായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ദൂരെ മാറിയായിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ. അത് ദൈവത്തിന് പോലും സന്തോഷമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം പുത്രനാം ദൈവത്തിൽ കൂടി വെളിപ്പെട്ടു വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ അത് നമ്മളിൽ കൂടി വ്യാപരിക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ സന്തോഷം അവൻ്റെ അടുക്കലിരിക്കുക എന്നുള്ളതാണ്. മാർത്തയോട് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് മാർത്തയ്ക്ക് ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിയ തൻ്റെ അടുത്തിരുന്നപ്പോൾ കർത്താവിനും സന്തോഷമുണ്ടായി, മറിയയ്ക്ക് ആശ്വാസവും സന്തോഷമുണ്ടായി. ലോകകാര്യങ്ങളുടെ പുറകെ അന്വേഷിച്ചു പോകുമ്പോൾ ഈ സന്തോഷം മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി മാർത്തയെ അത് ഓർമ്മിപ്പിക്കുന്നത് നമ്മളിലുള്ള ദേഹിയുടെ അംശത്തോടാണ് എന്ന് ലാസറിൻ്റെ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളുടെ ദേഹിയുടെ മണ്ഡലത്തിന് പലതരം വ്യാപാരങ്ങളിൽ ഇഷ്ടമാണ്. അതിലൊരു വ്യാപാരം മാത്രമായി ഈ നമ്മുടെ ആത്മീയതയെ ഒതുക്കാതെ പ്രധാന കാര്യമായി നമ്മളതിനെ ഉയർത്തുമ്പോൾ മാത്രമേ ഈ സന്തോഷം കിട്ടത്തുള്ളൂ. ഞാൻ ഇന്നലെ എവിടെയോ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്കൊരു ആശയം അല്ലെങ്കിൽ ഒരു വെളിച്ചം പരിശുദ്ധാത്മാവ് തന്നത് ഇപ്രകാരമാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ സകലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട്. സർവവും ഉപേക്ഷിച്ച് ലോകത്തോട് വിട പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ട്. അതൊരു പ്രത്യേക വരം കിട്ടിയവർക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അത് സാധിക്കുന്നതല്ല. എന്നാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യം എന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. 10-ാം അധ്യായം 34-ാം വാക്യമാണോ? നിങ്ങൾ നിരൂപിക്കരുത്, സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഉപേക്ഷിക്കുക, കളയുക എന്ന് പറഞ്ഞാൽ പ്രത്യേക വരം ലഭിച്ചവർ സർവ്വത് ഉപേക്ഷിച്ചു പോകും. അത് വേറൊരു ലൈഫ് പാറ്റേണാണ്. അത് വിളിയുള്ളവർക്ക്, ആ വിളിയുള്ളവർ മാത്രമേ അതിന് പോകാവൂ. അല്ലാത്തവർ പോയാൽ അത് ശരിയാകത്തില്ല. കാരണം വിളി പല രീതിയിലാണ്. 12 ശിഷ്യന്മാരെ യേശു വിളിച്ചു. അവർ വലയും പടകും അപ്പനെയും അമ്മയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്, അല്ലേ? എനിക്ക് തോന്നുന്നു ഗദേര ദേശത്ത് ഉള്ള ഒരു മനുഷ്യനെ കല്ലറകളിൽ മാത്രം പാർത്ത് നിലത്ത് കിടന്ന് എഴഞ്ഞ് നുരയും പതയുമൊക്കെ ആയി മനുഷ്യർക്കെല്ലാം ശല്യമായി തീർന്ന, അശുദ്ധാത്മാവ് ശക്തമായി ബന്ധനസ്ഥിലാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ യേശുവിനെ സൗഖ്യമാക്കുന്നുണ്ട്. അവന് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോയി. ഇവൻ തന്നെയായിരുന്നോ അവൻ എന്ന് ചിന്തിക്കത്തക്ക വിധം. ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്.
കർത്താവ് എന്താ പറഞ്ഞേ? നീ പോയി വീട്ടിൽ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒരു അനുഗമനം ഉണ്ട്. നീ വീട്ടിൽ ചെന്ന് നിൻ്റെ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തടസ്സമായിട്ട് പറഞ്ഞല്ല, അവിടെ മറ്റൊരു വേലയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ക്രിസ്തു സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തു ശുശ്രൂഷയുണ്ട്. കർത്താവിന് വേണ്ടിയുള്ള വേലയുണ്ട്. അവനും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വിളിക്കപ്പെട്ടവർ ഉപേക്ഷിക്കുക, സർവ്വത ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും, നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ടാം സ്ഥാനമായിരിക്കണം, ഒന്നാം സ്ഥാനം കർത്താവിന്. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എല്ലാവർക്കും എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും കർത്താവിൻ്റെ പുറകെയാണ്. ഓരോരുത്തർക്കും വിളിക്കപ്പെട്ട ഒരു പ്രത്യേക വിളിയുണ്ട്. ആ വിളിയുടെ ഓരോ രീതിയുണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അതിന് യോഗ്യമാകുന്ന പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നടപ്പീനെന്ന് പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ്. സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം, വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം. നമ്മുടെ ഉള്ളിലൊരു ഉപനിധി തന്നിട്ടുണ്ട്. ഉപനിധി എന്ന് പറഞ്ഞാൽ ഒരു വരമാണ്, അതെല്ലാവർക്കും ഉണ്ട്. ആ ഉപനിധി കാത്തു സൂക്ഷിച്ചു കൊള്ളണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ഉപനിധി കാത്തു സൂക്ഷിച്ചുകൊള്ളണം. തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുകയാണ്, നിന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. എടുക്കാമോ വാക്യം? തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തീമോത്തിയോസിൽ ആണ്, അല്ല 1 തീമോത്തിയോസ് അല്ല, 2 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. 14-ാം വാക്യം വായിച്ചേ. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ക്രിസ്തുമസിന് നമ്മളിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഉപനിധിയുണ്ട്, ഒരു വരം. ആ വരം നമ്മൾ സൂക്ഷിക്കണം. ഇത് സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നിട്ട് അടിയിലൊരു ഓട്ട ഇട്ട് കൊടുത്താൽ അതെല്ലാം ഒഴുകിപ്പോകും, പതിയെ പതിയെ നമ്മളിൽ നിന്ന് ചോർന്നു പോകും. 25 ദിവസം നമ്മൾ നോമ്പെടുത്തു, ഉപവസിച്ചു, ക്രിസ്തുമസിൻ്റെ ആരാധനയെ സംബന്ധിച്ചു. പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പോലെ, കർത്താവെ നിന്നെ പരിശുദ്ധ മദ്ബഹയിൽ ഞാൻ കാണുമാറാകണമേ എന്ന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നവരെല്ലാം കർത്താവിനെ കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ട് ഭവനത്തിൽ വന്നിട്ട് 25 നോയമ്പ് കഴിഞ്ഞല്ലോ, ഇനിയും ഞാൻ പഴയ മനുഷ്യനെ പോലെ ആകാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ 25 ദിവസം അനുഷ്ഠിച്ചതെല്ലാം വ്യർത്ഥമായി പോകും. അപ്പോൾ ഓരോ നോമ്പെടുത്ത് കഴിയുമ്പോഴും നമ്മളുടെ ഗ്രേഡ് ഉയർന്ന് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ പിന്നെ ലോകമോഹങ്ങളിലേക്ക് പോയി ചാഞ്ഞു വീണിട്ട് നമുക്ക് കിട്ടിയ ഉപനിധിയെല്ലാം ചോർന്നു പോകുവാനുള്ള ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ലോകമോഹങ്ങൾക്ക് അത്രയധികം അട്രാക്ഷനുണ്ട്. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ക്രിസ്തുമസിൻ്റെ ശുശ്രൂഷയായാലും കൊള്ളാം, ഈസ്റ്ററിൻ്റെ ശുശ്രൂഷയായാലും കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാളുകളോ കല്യാണങ്ങളോ മാമോദീസയൊക്കെ നടത്തുമ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ ശുശ്രൂഷയെ ചോർത്തിക്കളയുന്ന പല കാര്യങ്ങളും നമ്മൾ ഭവനത്തിൽ ക്രമീകരിക്കാറുണ്ട്. അത് നിങ്ങൾക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഗ്രേസ് അങ്ങ് ചോർന്നു പോവുകയാണ്. നമ്മൾ വലിയ ആഗ്രഹത്തോടും ആവേശത്തോടും കൂടെയൊക്കെയാണ് ഇത് കരുതിയിരുന്നുവെങ്കിൽ അതിനെ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിപ്പോയാൽ, നമ്മൾ ഈ അധ്വാനിച്ചതും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അനുഷ്ഠിച്ച് നോക്കിയതുമായ ഈ നോമ്പും ഉപവാസവും കൊണ്ടും ആരാധന കൊണ്ടുമൊക്കെ എന്ത് പ്രയോജനമാണ് വരുന്നത്? അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മളിൽ ജനിച്ചിരിക്കുന്നു,
ആ ജനിച്ചിരിക്കുന്ന പിഞ്ചു പൈതലിനെ സൂക്ഷിച്ച് വളർത്തുകയാണ്. ഇനി നമ്മൾ അതിനകത്തിട്ട് വളർത്തുകയാണ്. ഇനിയും ഒരു സഭാ കലണ്ടറനുസരിച്ച് ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഈ കുഞ്ഞിന് 30 വയസ്സാവും. ഇത് പെട്ടെന്നാണ്. ഇത് ടൈം ഇല്ലാത്തൊരു കാലത്തിലേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നു, ചേലാകർമ്മം ചെയ്യുന്നു. ഇന്ന് മാതാവിൻ്റെ പോഴ്ചാ പെരുന്നാളാണ് അല്ലേ? മാതാവിൻ്റെ പോഴ്ചാ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പ്രസവകാലം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന അവളുടെ വിശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ധ്യാനിക്കുന്നു. അത് കഴിഞ്ഞ് യേശുവിനെ ചേലാകർമ്മം ചെയ്യുവാൻ, പരിച്ഛേദന കൊടുക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം 12 വയസ്സാകുമ്പോൾ ദേവാലയത്തിൽ അവൻ വന്നിരുന്ന് പ്രസംഗിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മളിനിയും ഒരു കൊച്ചു കാലയളവിനുള്ളിൽ ധ്യാനിക്കുകയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഈ കാലത്തിൽ ടൈമിനകത്തായതുകൊണ്ടാണ് നമുക്കിതൊക്കെ എന്താണ് ഇതിങ്ങനെ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാകുന്നത്. സമയത്തിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ജനിപ്പിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അവനെ പാലൂട്ടുവാനും വളർത്തുവാനും മാതാവിനെ പോലെ നമ്മളും ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ പാലൂട്ടുന്നത് എങ്ങനെയാണ്? യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്നു, അവൻ വളരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവനെ പാലൂട്ടണം. വചനമാവുന്ന മായമില്ലാത്ത പാൽ കൊടുക്കണം. അവനെ വളർന്നു കഴിയുമ്പോൾ അവന് കട്ടിയായുള്ള ആഹാരം അവന് കൊടുക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ ഈ കട്ടിയായുള്ള ആഹാരമെല്ലാം ഭക്ഷിക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്ന് അവനൊരു നമുക്ക് വേണ്ടിയുള്ള ക്രൂശീകരണം എത്തുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവനെ വളർത്തി കൊണ്ടുവരുവാനുള്ള എല്ലാ പോഷകഗുണങ്ങളും നമ്മൾ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ കൂടിയും വിശുദ്ധ ജീവിതത്തിൽ കൂടിയും വചനധ്യാനത്തിൽ കൂടിയും അനുഷ്ഠാനങ്ങളിൽ കൂടിയും കൗദാശികമായ കർമ്മങ്ങളിൽ കൂടിയൊക്കെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വളർത്തുകയും മാത്രവുമല്ല അത് മുഖാന്തരം അവൻ നമ്മിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുവാൻ ഇടയാകുന്നുവെന്ന് ഈ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മറുപടിയായിട്ട് കർത്താവ് അത് തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ മകനെ, എൻ്റെ സന്തോഷം മനുഷ്യപുത്രന്മാരോട് കൂടെയാകുന്നു. അതിനായിട്ടാണ് ക്രിസ്തു ഭൂജാതനായത്. അപ്പോൾ ഞാൻ മുമ്പേ ഒരു കാര്യം സൂചിപ്പിച്ചു, മറ്റ് മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അവരെല്ലാം ദൂരത്താണ്, ഇത് സമീപത്താണ്. ഇത് സമീപത്താണ്. വചനം നിൻ്റെ വായിലും നിൻ്റെ സമീപത്തും ഇരിക്കുന്നു. റോമർ 10-ാം അധ്യായം എടുത്തേ, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നീ പറയരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മനസ്സിലായിരുന്നോ? റോമർക്ക് എഴുതിയ ലേഖനമെല്ലാം മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചു തരാം. ആ വാക്യം കണ്ടുപിടിച്ചോ? 10-ാം അധ്യായത്തിലുണ്ട്. ക്രിസ്തുവിനെ കിട്ടിയോ? എത്രാം വാക്യമാണ്? 6-ാം വാക്യം വായിച്ചോ. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നീ ഹൃദയത്തിൽ പറയരുത്. ഈ ക്രിസ്തു എന്നുള്ള വാക്ക് പൗലോസ്ലീഹ കൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. 30-ാം അധ്യായം 12-ാം വാക്യം എടുക്കാമോ? ആവർത്തന പുസ്തകം 30-ാം അധ്യായം 12-ാം വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 12-ാം വാക്യം. അത് ദൈവം വളരെ വിദൂരസ്ഥനായിരിക്കുന്നു എന്ന ചിന്തയിൽ നിന്നും വന്ന ഒരു ആശയമാണ്. അതാണ് ആ വാക്യം. അത് പൗലോസ്ലീഹ കോട്ട് ചെയ്തിരിക്കുകയാണ്. 11 തൊട്ട് വായിച്ചേ. ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതും അല്ല. ഇപ്പം ദൂരമായുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിലാണ്. മനുഷ്യന് പേടിയാണ് അല്ലേ? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ എബ്രായ ലേഖനം എത്ര അധ്യായമാണ്? 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നു. എല്ലാം പേടിയാണ്. യഹോവ എന്ന് കേൾക്കുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ.
അപ്പോൾ അതിന് ദൈവം വേറെ രീതിയിലൊരു മറുപടി കൊടുക്കുക. അപ്പം ഈ ആവർത്തന പുസ്തകം 30-11 വാക്യത്തിൽ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. പിന്നെയോ, ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഈ വചനമാണ് പൗലോസ്ലീഹ ക്രിസ്തു എന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു നിൻ്റെ അടുത്ത് എങ്ങനെ വരും? ഇപ്പം മാത്യുസ് എംബാപ്പച്ചൻ കർത്താവിനോട് നേരിട്ട് സംഭാഷിച്ചു. നമ്മളിതിങ്ങനെ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ എന്നോടും ഇങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കണം. അല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചു നമ്മുടെ എല്ലാം വലിയൊരു പരാജയം അല്ലെങ്കിൽ അപജയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അത് സഭാപരമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൊള്ളാം. ഇപ്പോൾ ഒരു വിശുദ്ധൻ്റെ പെരുന്നാൾ വന്നു എന്ന് വിചാരിക്കുക. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ മാത്യുസ് എംബാപ്പച്ചൻ്റെ പെരുന്നാൾ ഇവിടെ നടത്തുന്നു. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് വലിയൊരു അനുസ്മരണ പ്രസംഗമൊക്കെ വയ്ക്കും, ഇല്ലയോ? ആ പ്രസംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയും. ഇവിടെ അനേകർ കബറിൽ വരുന്നു. അവരോടെല്ലാം നമ്മൾ മാത്യുസ് എംബാപ്പച്ചനെ പറ്റി ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. 100 ദിവസം മൗനം വരുന്നു, അല്ലെങ്കിൽ 1 വർഷം മൗനം വരുന്നു, 1 മണിക്കൂർ മാത്രമേ ആ സമയത്ത് ഉറങ്ങുള്ളായിരുന്നു, കർത്താവ് പറയുന്നത് മാത്രം കേൾക്കുന്നു, കർത്താവ് പറയുന്നത് മാത്രം ശ്രദ്ധിക്കുന്നു, അത് ദൈവം സംഭാഷിക്കുന്നത് അതുകൊണ്ട് വലിയ കാര്യം പോലെയാണ് പറയുന്നത്. വലിയ കാര്യമാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും നമുക്ക് അപ്രാപ്യമായ ഒരു സംഗതി പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഇത് നമുക്ക് അപ്രാപ്യമല്ല. മാത്യുസ് എംബാപ്പച്ചൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പൗലോസ്ലീഹ ആഗ്രഹിച്ച പോലെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുയായി എന്തൊക്കെയാണ് വാക്കൊക്കെ തെറ്റി, അനുകാരികളാകുവിൻ, അല്ലേ? ഇതല്ലേ അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്യുസ് എംബാപ്പച്ചൻ്റെ മധുര സംഭാഷണം, ഇങ്ങനെ കർത്താവുമായിട്ടുള്ള സംഭാഷണം ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് അന്തം വിട്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാണോ, അപ്പോൾ പിന്നെ മാത്യുസ് എംബാപ്പച്ചനെ പറ്റി മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ ഒരു രീതി. ഇപ്പം എന്നോട് പലരും ഉപദേശിച്ചിട്ടുണ്ട്, ഇത് മാത്യുസ് എംബാപ്പച്ചനെ പറ്റി ഒരുപാട് പറയണം. ഒരുപാട് പറയുന്നതിൽ എന്താ കാര്യം? നമുക്ക് ഈ ഒരു വരം ഉപനിധിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ കണ്ടെത്തി അതിനെ ചെയ്കഞ്ഞെടുത്ത് രാവും പകലും യോശുവ 1:8 പറഞ്ഞതുപോലെ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിൻ്റെ വായിൽ നീങ്ങിപ്പോകരുത്, ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഷിപ്പായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് മുഷിപ്പാകുന്നത്. നമ്മളിത് വായിക്കാനായിട്ടിരുന്ന് ബന്ധപ്പെട്ട് വായിച്ച് നമുക്കൊന്നും ദൈവ സംസർഗം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ ഈ വിശുദ്ധന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൈവം അവരോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെ എൻ്റെ ഉള്ളിലാവും? അതൊന്നും എനിക്ക് നടപ്പില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നീ ഹൃദയത്തിൽ പറയരുത്. കാരണം ക്രിസ്തു നിൻ്റെ ഉള്ളിൽ നിനക്ക് സമീപത്തായിട്ട് നിൻ്റെ വായിലും നിൻ്റെ കണ്ണിലും മൂക്കിലും ഹൃദയത്തിലും എല്ലാം ഇരിപ്പുണ്ടെന്ന്. അതാണ് അടുത്ത വചനം പറയുന്നത്. എന്നാൽ അത് എന്ത് പറയുന്നു? 8-ാം വാക്യം, റോമർ 10:8. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആൾ. അപ്പോൾ നമ്മൾ ഉള്ളിൽ വഹിച്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ, ക്രിസ്തുയേശുവിനെ ഒന്നും കൂടെ ഈ പെരുന്നാളിൽ ജ്വലിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ക്രിസ്തുയേശുവിനോടൊപ്പം അവൻ്റെ സ്വർഗാരോഹണം വരെ ഒരു യാത്രയാണിനി. അതിനുവേണ്ടിയാണ് ലിറ്റർജിക്കൽ ഇയർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് സഭാ പിതാക്കന്മാർ അത് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ സദാ നേരവും ക്രിസ്തുവിനോട് കൂടെയുള്ള യാത്രയാണ്. ഇതാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ സഭയ്ക്ക് വേണ്ടി ഈങ്കില വിളിച്ചുകൊണ്ട് നടന്നാലൊന്നും ഓർത്തഡോക്സി ആവത്തില്ല. അതിനെ കുറ്റം പറയുകയല്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം ആ ഉപനിധിക്കകത്ത് നിന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന വരത്തിനകത്താണ് ഈ സഭാസ്നേഹം വരുന്നത്. ക്രിസ്തു സ്നേഹമാണ് ആദ്യം. ക്രിസ്തുവിനോട് സ്നേഹം, ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ
പരിണിത ഫലമായി നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് സഭാസ്നേഹം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ തിരിച്ചേ ഉള്ളൂ. സഭാസ്നേഹം ഭയങ്കരമാണ്. ക്രിസ്തുവിനോട് ഒരുത്തനും സ്നേഹമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബഹളങ്ങൾ ഈ സഭയിലൊക്കെ നടക്കുമോ? എല്ലാ സഭകളുടെയും കാര്യമായി പറയുന്നത്. ഏത് സഭയിൽ നോക്കിയാലും എല്ലാവർക്കും സഭാസ്നേഹമാണ്. കാരണം സ്പിരിച്വാലിറ്റി ഇങ്ങനെയാണെന്ന് പിശാച് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ക്രിസ്തു സ്നേഹം മാത്രമല്ല, പിശാച് ശ്രദ്ധിക്കുന്നത് എന്താണ്? സ്പിരിച്വാലിറ്റിയിൽ കൂടി തന്നെയാണ് സ്പിരിച്വൽ ആൾക്കാരെ അവൻ കീഴ്പ്പെടുത്തുന്നത്. അല്ലാതെ സ്പിരിച്വൽ ആൾക്കാരെ കൊണ്ട് വേറൊരു പാപാവസ്ഥയിൽ കൊണ്ടിടുവാൻ പറ്റില്ലെന്ന് അവനറിയാം. ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ള സ്പിരിച്വൽ ആൾക്കാരെ ഒരു തീരെ മോശപ്പെട്ട ഒരു പാപാവസ്ഥയിലൊന്നും കൊണ്ടിടുവാനൊന്നും നടക്കത്തില്ലെന്നറിയാം. സമൂഹപരമായിട്ടൊന്നും അത് പ്രാക്ടിക്കലല്ല. അങ്ങനെ വരെ സംഭവിക്കുന്നുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. പക്ഷേ അവരെ സ്പിരിച്വലി ഇഗ്നോറൻ്റ് ആക്കാൻ പറ്റും. നമ്മൾ പണ്ടൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോയിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് റിമൈൻഡ് ചെയ്ത് തരാം. ഇഗ്നൈറ്റ് ഇഗ്നോറൻസ്. ഓർമ്മയുണ്ടോ ആ വാക്ക്? ഇഗ്നൈറ്റ് ഇഗ്നോറൻസ് ഞാൻ പറഞ്ഞു തന്നാ. ഇൻസുനോ ജീസസ് എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളൊരു വാക്കാണ്. അതായത് ഈ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശോഭയേറിയ ജ്വലിക്കുന്ന ഇഗ്നോറൻസ്. അതായത് ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥ എന്ന വേറെ രീതിയിൽ പറഞ്ഞാൽ അർത്ഥം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ സകല ജ്ഞാനത്തെയും പോഷത്വമാക്കി മാറ്റുന്നതിനെയാണ് ഇഗ്നൈറ്റ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. നമുക്ക് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം എടുക്കാമോ? 1 കോരിന്ത്യർ 1 അധ്യായം എടുക്കാമെങ്കിൽ അവിടെ പറയുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം, അല്ലെങ്കിൽ ഈ ഇഗ്നൈറ്റ് ഇഗ്നോറൻസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് 1 കോരിന്ത്യർ 1 അധ്യായം 26 മുതൽ വായിച്ചാൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അപ്പോൾ വിളിയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ വിളി, ആ ഉപനിധി വിളിയിൽ കൂടെയാണ് വരുന്നത്. വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായുള്ളത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ദൈവം ബലഹീനമായത് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ബലഹീനനായതുകൊണ്ടല്ല ബലഹീനമായത് തിരഞ്ഞെടുത്തത്. ദൈവം അശക്തനായതുകൊണ്ടല്ല അവൻ ബലഹീനമായത് തിരഞ്ഞെടുത്തത്. ദൈവം ഭോഷനായതുകൊണ്ടല്ല ഭോഷത്വമായത് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രൈസാഗ്യോൻ അപ്രകാരം തന്നെ ഏറ്റുപാടുന്നത്. ട്രൈസാഗ്യോൻ എന്ന് പറഞ്ഞാൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. എപ്പോഴാണത് ചൊല്ലിയത്? എപ്പോഴാണ് ഈ ട്രൈസാഗ്യോൻ്റെ ഒറിജിൻ നിങ്ങൾ പഠിക്കുമ്പോൾ മാലാഖമാർ കബറടക്ക സമയത്ത് ഏറ്റുപാടിയതാണ്. അപ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് മാലാഖമാർ ഏറ്റുപാടുവാൻ കാരണം എന്താണ്? സകല അശുദ്ധിയും വഹിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിന്മേൽ അത് ഏറ്റെടുത്ത്, അല്ലേ? 1 കോരിന്ത്യർ 15:21 പാപം അറിയാത്തവനെ അല്ലേ, 1 കോരിന്ത്യർ അല്ലേ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി എന്നുള്ളത് 2 കോരിന്ത്യരാണോ നോക്കി? 2 കോരിന്ത്യർ 15 പിന്നെ ആ വാക്യം എവിടെയാണ്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ തന്നെത്താൻ പാപം ആക്കി. അത് കോരിന്ത്യരിൽ തന്നെയാണ്. എനിക്ക് ആ വാക്യം 21 5:21 നോക്കി. 5:21 അതെ, 2 കോരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. അതായത് നമ്മളെ
ന്യായപ്രമാണത്തിൻ്റെ നീതിയോട് ചേർത്ത് വയ്ക്കേണ്ടതിന്. അത് നമ്മളെ കൊണ്ട് പറ്റില്ലെന്നറിയാം. അതാണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാതുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. കാരണം ന്യായപ്രമാണത്തിൻ്റെ വള്ളിയും പുള്ളിയും ഒന്നും അഴിഞ്ഞു പോകത്തില്ല. പക്ഷെ ആ നീതി നമുക്ക് നിവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. കാരണം കർത്താവിൻ്റെ മരണത്തോടും ഉയർപ്പിനോടും സ്വർഗാരോഹണത്തോടും പെന്തിക്കോസ്തിയിൽ തന്ന പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവോടും അനുസരിച്ച് നമ്മൾ ആത്മാവിനെയാണ് അനുസരിച്ച് നടക്കുന്നത്. പക്ഷെ ആ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കണം. പക്ഷെ അത് നമ്മളെ കൊണ്ട് നമ്മുടെ ജഡത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ വേണ്ടി പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. ഞാൻ കൊരിന്ത്യർ 5:21 റോമർ 8 കൂടെ ബന്ധിപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പരിശുദ്ധൻ ആകുന്നവനായ ദൈവം ആരായി തീർന്നു? അശുദ്ധനായി തീർന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം ആത്മാവാകുന്നു, അവൻ ജഡമാകുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നല്ല, അത് ശരിയാവത്തില്ല. പക്ഷേ അവൻ അങ്ങനെ ആക്കി. എന്തിനു വേണ്ടി? നമ്മുടെ ജഡത്തെ ആ നീതി, ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, നമ്മളെ വിശുദ്ധരാക്കുവാൻ വേണ്ടി. അങ്ങനെ അശുദ്ധനായിരിക്കുന്ന ദൈവത്തെ നോക്കി മാലാഖമാർ പാടുകയാണ്. എന്ത്? ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സകല ശക്തിയും നശിച്ചു കിടക്കുന്ന മൃതപ്രായനായ അല്ലെങ്കിൽ തകർന്ന് സകല ബലവും നഷ്ടപ്പെട്ടവനെ നോക്കി മാലാഖമാർ പാടുകയാണ്, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണത്തിന് അധീനായവൻ, ജീവൻ്റെ അധികാരിയായവൻ ജഡശരീരമെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിച്ച ശരീരത്തെ നോക്കി മാലാഖമാർ പാടുകയാണ്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ലോകത്തിലെ ജ്ഞാനത്തിന് അപ്പുറമായി ദൈവിക ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ ജ്ഞാനം തന്നെ തിരഞ്ഞെടുത്ത് തന്നെത്താൻ ഭോഷനാക്കി എന്നർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ 1 കൊരിന്ത്യർ 1 ഇവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. 26 തൊട്ടല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. വായിച്ചു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായുള്ളത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. നമ്മൾ പറയരുത് നമ്മുടെ ജഡം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചെടുത്തതെന്നുള്ള കാര്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നിങ്ങൾ 1 കൊരിന്ത്യർ 1:24 കൂടെ വായിക്കണം. അത് 23-24 വായിക്കണം. 23-ഉം 24. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും. അപ്പോൾ ഈ ഭോഷത്വം എന്ന് പറയുന്ന സംഗതി ദൈവം തിരഞ്ഞെടുത്തു. അത് മനുഷ്യരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ അവർക്കെല്ലാം ഇത് ഇടർച്ചയും ഭോഷത്വമാണ്. മനുഷ്യരുടെ ആംഗിളിൽ നോക്കുമ്പോൾ ക്രിസ്തു ഭോഷനായിപ്പോയി. അപ്പോൾ അത് പൗലോസ് പറയുകയാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാർക്കാട്ടെ യവനന്മാർക്കാട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും
ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തു തന്നെ ശക്തിയും ജ്ഞാനവുമാകുന്നു. പക്ഷേ ആ ജ്ഞാനിയായവൻ പോഷത്വമായത് തിരഞ്ഞെടുത്തു പോഷനായി മാറി. എന്നോട് ഒരിക്കൽ ഒരച്ഛനിങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗമൊക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവസാനത്തെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? പ്രത്യേകിച്ച് പല ക്രമങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന ഒരു നല്ല പ്രാർത്ഥന അല്ലെന്ന് തോന്നിപ്പോവുകയാണെന്ന്. അത് നല്ല പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ തോന്നാത്തത് വചനം ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. അവസാനത്തെ പ്രാർത്ഥന എന്താ? കർത്താവേ, നിൻ്റെ മനുഷ്യസ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിരിക്കുന്നു. നീ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. താഴോട്ട് വരുമ്പോൾ ഈ ആത്മീയമായ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് പാപപരിഹാര ആശ്വാസം നൽകണമേ. ആ പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത പ്രാർത്ഥനയിൽ കർത്താവെ, കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും വലിയ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവൊക്കെയാണോ പറയുന്നത് എന്നുള്ളൊരു ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഇത്? ഇവിടെ നോക്കിയേ, ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നാണ്. ഭോഷത്വം അതുപോലെ എഴുതിയിരിക്കുകയാണ് 1 കൊരിന്ത്യർ 1:25 ദൈവത്തിൻ്റെ ഭോഷത്വം. അങ്ങനൊരു ഭോഷത്വം ഉണ്ടോ? ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ? ദൈവത്തിനല്ല ഭോഷത്വം, മനുഷ്യർക്ക് വേണ്ടി ദൈവം ഭോഷനാകുകയാണ്. ആ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത, സത്യത്തിൽ ദൈവത്തിനൊരു ബലഹീനതയില്ല, മനുഷ്യരെക്കാൾ ബലമേറിയതുമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുന്ന ആ ബലഹീനത പോലും മനുഷ്യരെക്കാൾ ബലമേറിയതാണ്. ദൈവത്തിനൊരു ബലഹീനത ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ദൈവത്തിനൊരു ബലഹീനതയുണ്ട്. കർത്താവിന്, ദൈവത്തിനെന്ന് പറയുമ്പോൾ കർത്താവിന് എന്താണെന്നറിയാമോ? നമ്മൾ പാടാറുണ്ട് അത്. ഈ നമ്മളെപ്പോഴാണ് ഈ ഒരാൾ ഒരാളുടെ ബലഹീനത എങ്ങനെയാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത്? ബലഹീനത ചൂഷണം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂ പാസ്സാകത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾക്ക് പ്രീതിയാകുന്ന ഒരു സാധനം ഇന്നതുണ്ട് നമ്മളറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളൊരു ആക്ഷൻ എടുത്താൽ അയാളുടെ മനസ്സ് അലിയും. അതിനാണ് ബലഹീനത ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സിനെ അലിയിച്ചെടുക്കുക. അപ്പം നിങ്ങൾ ആ പാട്ട് ഓർത്തെന്ന് പറഞ്ഞേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. അങ്ങനെ ബലഹീനത ഉണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്, കർത്താവിന്, ദൈവത്തിന് ബലഹീനതയില്ല. അപ്പോൾ കർത്താവ് ദൈവമല്ലെന്നൊന്നും ചോദിച്ചുകൊണ്ട് എന്നോട് വരരുത്. ഇത് വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ക്രിസ്തു എന്ന മനുഷ്യനോട് ഒത്ത് കൂടെ വസിക്കുന്ന ഇമ്മാനുവേലിന് ഇങ്ങനൊരു ബലഹീനതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കും. എല്ലാ വിശുദ്ധന്മാരും കർത്താവിനോട് സംസാരിച്ചതുകൊണ്ട് എന്നോട് സംസാരിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നീ പറയരുത്. എന്ന് പറഞ്ഞാൽ നിനക്കിത് പറ്റുമെന്നോ? ക്രിസ്തുവിനെ നിൻ്റെ അടുക്കൽ ഇറക്കിക്കൊണ്ട് വരുവാൻ നിനക്ക് പറ്റും. നിൻ്റെ അടുക്കലേക്ക് ദൂരത്തായിരിക്കുന്നവർ ക്രിസ്തുവായിട്ടല്ല, സമീപസ്ഥനായിരിക്കുന്ന ഒരുവനായിട്ട് തന്നെ വചനം നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും സമീപത്തായിട്ടിരിക്കുന്ന ഒരു ക്രിസ്തുവായിട്ട് തന്നെ നിൻ്റെ കൂടെ ഉണ്ട്. അത് പക്ഷേ നമ്മളത് ആഗ്രഹിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഈ മാത്യുസ്സൻ പാപ്പച്ചനോടും അതുപോലെ തന്നെ വിശുദ്ധന്മാരുമായ എല്ലാവരോടും അവൻ സംസാരിക്കും. ഇതിപ്പം ഇത് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വിശുദ്ധരായവരോടെല്ലാവരും കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവിൻ്റെ ഒരു സന്തോഷമാണത്. അങ്ങനെയാകുമ്പോൾ ഇത്രയും കാര്യത്തിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രധാന ഭാഗത്തെ അവസാനിപ്പിക്കാം.
ഇന്ന് ദൈവമാതാവിൻ്റെ പുകഴ്ചാ പെരുന്നാളാണ്. നാളെ ശിശുവധ പെരുന്നാളാണ്. 2 ദിവസത്തിനകം കർത്താവിൻ്റെ ജനനത്തോട് ചേർന്ന് സംഭവിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇൻസിനോ ജീസസ് എന്നുള്ള പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തൊരു സെൻറ്റൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബുക്കാണിത്. അതിനകത്ത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസിനോ ജീസസിൽ ആ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഒരു വിശുദ്ധൻ പറയുകയാണ്. വിശുദ്ധൻ പറയുന്നത് കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ച കാര്യമായിട്ടാണ്. ഈ മാത്യുസൻ ബാബച്ചനോട് സംസാരിച്ചതുപോലെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. കർത്താവ് പറയുന്ന കാര്യമായിട്ടാണ്. ഐ റിസീവ്ഡ് മൈ ഹ്യൂമൻ ഫേസ് ഫ്രം മൈ മദർ. എഴുതിയെടുക്കണോ? ഞാൻ പറഞ്ഞുതരാം. എഴുതി വെച്ചോ. നല്ലൊരു സെൻറ്റൻസാണ്. മലയാളീകരിക്കണമെങ്കിൽ അങ്ങനെയും പറഞ്ഞുതരാം. ഐ റിസീവ്ഡ് മൈ ഹ്യൂമൻ ഫേസ് ഫ്രം മൈ മദർ. എൻ്റെ അമ്മയിൽ നിന്നുമാണ് എൻ്റെ മാനുഷിക ശരീരമുഖം എനിക്ക് കിട്ടിയത്. വെൻ യു കണ്ടംപ്ലേറ്റ് മൈ ഫേസ്, ഇറ്റ്സ് ഹെർ ബ്യൂട്ടി ദാറ്റ് യു ആർ കണ്ടംപ്ലേറ്റിംഗ്. അതായത് നീ എൻ്റെ മുഖം ധ്യാനിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ മുഖത്തിൻ്റെ ഭംഗിയാണ് നീ ധ്യാനിക്കുന്നത്. അത്ര എഴുതിയോ? ഐ റിസീവ്ഡ് മൈ ഹ്യൂമൻ ഫേസ് ഫ്രം മൈ മദർ. വെൻ യു കണ്ടംപ്ലേറ്റ് മൈ ഫേസ്, ഇറ്റ്സ് ഹെർ ബ്യൂട്ടി ദാറ്റ് യു ആർ കണ്ടംപ്ലേറ്റിംഗ്. ദൈവമാതാവിൻ്റെ ഭംഗിയെപ്പറ്റി അദ്ദേഹം പറയുകയാണ്. ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് ശാരീരിക ഭംഗിയായിട്ട് നിങ്ങൾ എടുക്കരുത്. കർത്താവിൻ്റെ മുഖം ശോഭേറിയതായിരുന്നു. അതേസമയം യെശയ്യാ 53 അനുസരിച്ച് അവൻ്റെ രൂപം വികൃതമാക്കപ്പെട്ടു. അപ്പം ഈ 2 അവസ്ഥയും പരിശുദ്ധ മാതാവിനും ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ കൂടി വാൾ കയറിപ്പോയി അവളുടെ രൂപം വികൃതമാക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം അവൾക്ക് കറുത്തവളെങ്കിലും കേദാർ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവളായിരുന്നുവെന്ന് ഉത്തമഗീത 1-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് എത്രാം വാക്യമാണെന്ന് കണ്ടുപിടിക്കാമോ? 1-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഉത്തമഗീത 1-ാം അധ്യായം. അതോ 2-ാം അധ്യായമാണോ? ഞാൻ കറുത്തവളെങ്കിലും കേദാർ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീലകൾ പോലെയും അഴകുള്ളവൾ ആകുന്നു. കണ്ടുപിടിച്ചോ? സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം. കിട്ടിയോ? ഞാൻ കറുത്തവൾ എങ്കിലും കേദാർ കൂടാരങ്ങളെപ്പോലെ. 1-ാം അധ്യായം 5-ാം വാക്യമാണ്. 5 അല്ലേ? യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാവുന്നു. അപ്പോൾ ഈ കേദാര്യ കൂടാരങ്ങളുടെ പ്രത്യേകത എന്താണ്? ശലോമോൻ്റെ തിരശീലയുടെ പ്രത്യേകത എന്താണ്? കേദാര്യ കൂടാരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ കേദാര്യ കൂടാരങ്ങൾ അത് ഈ മരുഭൂമിയിൽ ഇത് വെയിലത്ത് ഈ കൂടാരങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗമെല്ലാം കറുത്തിരുണ്ട് ആകെ വികൃതമാണ്. പക്ഷേ അകത്ത് ശലോമോൻ്റെ തിരശീലയാണ്. അത് ഭംഗിയുള്ളതാണ്. ഈ ഒരു വാചനത്തെ മാതാവുമായിട്ട് ബന്ധിപ്പിച്ച് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്ലൈമൂൻ തൻ റൂമാലുമിവ എന്ന് പാടാറില്ലേ? മന്നാ നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോരാഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി സ്ലേമൂൻ തൻ റൂമാലുമിവ. അതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വാക്യം ഇതാണ്. ഇതാണ് അതിൻ്റെ വചന അടിസ്ഥാനം. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും. അത് സഭയാകുന്ന മണവാട്ടി പറയുകയാണ്, ഇങ്ങനൊരു മണവാളിനെ വരിക്കാൻ എനിക്ക് ഭാഗ്യമൊന്നുമില്ല. ഈ മണവാട്ടിയായിട്ട് പരിശുദ്ധ മാതാവിനെ ചിത്രീകരിച്ചുകൊണ്ട് പിതാക്കന്മാർ മാതാവിനെ ഇപ്രകാരം വർണ്ണിക്കുന്നുണ്ട്. ഞാൻ കറുത്തവളെങ്കിലും എന്ന് പറഞ്ഞാൽ ശാരീരിക കറുപ്പെന്നല്ല, അകത്ത് മുഴുവൻ പുറമേ നോക്കുമ്പോൾ വേശ്യാന്ന് വേണമെങ്കിൽ മുദ്രകുത്താം. വിവാഹം കഴിക്കാതെ ഗർഭിണിയായവൾ എന്നുള്ള പേരിൽ അപഹാസ്യമാകാം, കല്ലേറിന് വിധിക്കപ്പെടാം.
അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള രീതിയിൽ ഗർഭം ധരിച്ചാൽ പല രീതിയിലുള്ള ശിക്ഷകളുണ്ട്. അതിലൊന്ന് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. 2 ഈ കുന്തത്തിൽ കോർത്തെടുക്കും, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെയുള്ള പലവിധ ശിക്ഷകൾ മുമ്പിൽ നിൽക്കെ ദൈവദൂതൻ്റെ വചനം അതേപോലെ കൈക്കൊണ്ടവളാണ് പരിശുദ്ധ ദൈവമാതാവ്. അപ്പോൾ അവൾക്ക് മുന്നമേ ഇതെല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഒരു ദൈവിക ജ്ഞാനം അവളെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് എഴുതുക. I received my human face from my mother when you contemplate my face. It's her beauty that you are contemplating. ഇനിയും I received my created beauty from my mother. I received my created beauty from my mother. എഴുതിയോ? I received my created beauty from my mother. നീ അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കണം. And my uncreated beauty is the radiance of the glory of the Father on my humanity. എന്തുകൂടി കിട്ടി? I received my created beauty from my mother. അതായത് എന്നെ നിങ്ങൾ മാനുഷികമായി കാണുന്ന എൻ്റെ ശരീര അവസ്ഥ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് മാത്രമല്ല എൻ്റെ അവസ്ഥ. I have an uncreated beauty deep within me. And we all are having the same beauty. ഏതാ? ഞാനൊന്നുകൂടെ വായിക്കാം. I received my created beauty. വേണമെങ്കിൽ ആ created beauty എന്നുള്ള ഇൻവേർട്ടഡ് കോമയിലിടണം. I received my created beauty from my mother. And my uncreated beauty, inverted comma, is the radiance of the glory of the Father on my humanity. ആ സാധനമാണ് മറുരൂപമലയിൽ കണ്ടത്. നമ്മൾ ഈ ബേത്ലഹേമിൽ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ടപ്പോൾ മറച്ചു വെച്ചിരുന്നതും കബറിൽ ഇരുന്നപ്പോൾ മറഞ്ഞിരുന്നതുമായ അൺക്രിയേറ്റഡ് ബ്യൂട്ടിയുടെ റേഡിയൻസ് അവൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നത് അവന് കിട്ടിയത് പിതാവിൽ നിന്നാണ്. എന്നാൽ ക്രിയേറ്റഡ് ബ്യൂട്ടി കിട്ടിയത് മാതാവിൽ നിന്നാണ്. പുകഴ്ച പെരുന്നാളിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു സംഗതിയാണിത്. ഈ ഒരു സെഗ്മെൻറ്റ്സ് മാത്രമായി നമുക്കൊരു ദിവസം ഇങ്ങനെ പരിശുദ്ധ മാതാവും കർത്താവുമായിട്ടുള്ള ബന്ധവും, പരിശുദ്ധ മാതാവിൻ്റെ സ്ഥാനത്ത് നമ്മളെ നിർത്തിക്കൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധവും നമുക്ക് ധ്യാനിക്കുവാനും കർത്താവിൻ്റെ റേഡിയൻസാണ് നമ്മളിലേക്ക് വരുന്നത്. പിതാവിൻ്റെ റേഡിയൻസ് യേശു ക്രിസ്തുവിലും, യേശു ക്രിസ്തുവിൽ നിന്ന് അവൻ്റെ റേഡിയൻസാണ് നമ്മളിലേക്കും വരുന്നത്. അത് യോഹന്നാൻ സുവിശേഷം 17 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പഠിക്കും. പിതാവിൻ്റെ മഹത്വം എന്നിലും, എൻ്റെ മഹത്വം ഇവരിലും. ഇങ്ങനെയാണ് കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്നത്, അല്ലേ? എൻ്റെ മഹത്വം എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് കിട്ടിയതാണ്. ആ മഹത്വം നിങ്ങളിലിരിപ്പാനും, അങ്ങനെ ഞാനും നിങ്ങളും ഒന്നായിരിക്കാനും, അങ്ങനെ നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുവാനും, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഇനിയും 17 അധ്യായത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. I received my human face from my mother when you contemplate my face. It's her beauty that you are contemplating. I received my created beauty from my mother, and my uncreated beauty is the radiance of the glory of the Father on my humanity. അപ്പോൾ ഇങ്ങനെയൊരു റേഡിയൻസ് ലെവൽ ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ ദൈവമാതാവ് പ്രസവിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ ഉള്ളിലും ഈ ക്രിയേറ്റഡ് ബ്യൂട്ടി ആൻഡ് അൺക്രിയേറ്റഡ് ബ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവളിൽ ജ്ഞാനം പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാം. അതായത് ദൈവമാതാവിനെ സ്ത്രീയെ എന്ന് കർത്താവ് വിളിച്ചുകൊണ്ട് കാനായിലെ കല്യാണത്തിന് ഒരു രംഗപ്രവേശനം നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതിൽ നിന്നും കുറച്ചും കൂടെ ആഴത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്ത്രീയെ എന്ന് എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന്
നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതലായി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെളിപ്പാടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചുകൊള്ളണം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള സത്യത്തിന് അതീതമായി, അല്ലെങ്കിൽ രഹസ്യത്തിന് അതീതമായി ഞാനും എൻ്റെ മാതാവും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോളണം. ഈ അക്ഷരത്തിൽ പിടിച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവർ ദൈവസന്നിധിയിൽ വന്ന് അല്പസമയം ഇരുന്നു കഴിഞ്ഞാൽ ദൈവം മർമ്മങ്ങൾ പറഞ്ഞു തരും. ദൈവമാതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയാമും കർത്താവും തമ്മിൽ ചില രഹസ്യ ആത്മീയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ സംഗതി രസകരമായി തോന്നും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? ശ്രദ്ധിച്ചുകൊള്ളണം. കർത്താവ് മുഖത്തടിച്ച പോലെയാണ് പറയുന്നത്, അല്ലേ? മാതാവ് നോടി വന്ന് പറയാണ്, ഇവിടെ ഒരു കുറവുണ്ട്, അതെങ്ങനെയും നികത്തി കൊടുക്കണം. ഒറ്റ വർത്തമാനമാണ്, മുഖത്തടിച്ച പോലെ. അതിന് നമുക്കെന്നാ? ഇതാണ് ചോദിക്കുന്നത്. അതിന് നമുക്കെന്നാണ്? നമ്മൾ ചോദിക്കില്ലേ, നമുക്ക് നമ്മുടെ പണി നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മാതാവിൻ്റെ നെക്സ്റ്റ് റെസ്പോൺസ് എന്തുവാണ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഉടനെ അയ്യോ എന്നാൽ പിന്നെ അപ്പുറത്തോട്ട് ചെന്നിട്ട് അതെ നിങ്ങൾ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, തൽക്കാലം മോനോട് പറഞ്ഞിട്ട് ഒന്നും പുള്ളി അത്ര ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കാണിക്കുന്നില്ല, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ് എന്നാണോ മാതാവ് അവിടെ ചെന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. മാതാവിനോട് കർത്താവ് എന്താ പറഞ്ഞത്? നമുക്ക് നമ്മുടെ പണി നോക്കാൻ ചുമ്മാ ഇരിക്കുന്നു. ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ കാണുന്നില്ലേ? അതെങ്ങനെ മാതാവിന് മനസ്സിലായി ഈ കർത്താവ് എന്തെങ്കിലും അവരോട് കൽപ്പിക്കുമെന്നുള്ള കാര്യം? പറഞ്ഞതനുസരിച്ച്, മാതാവിന് മറുപടി കിട്ടിയതനുസരിച്ച് മാതാവ് ഒരിക്കലും ഇങ്ങനൊരു ഉത്തരം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വീട്ടുകാരോട് ചെന്ന് പറയുവാൻ ഒരു സാധ്യതയില്ല. ഇനി പറയുവാണെങ്കിൽ തന്നെ ഇപ്രകാരമേ പറയത്തുള്ളൂ. എന്താണ് പറയുന്നത്? അതെ, ഇന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള പറയുന്നതല്ലാതെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമെന്ന് ഓടിപ്പോയി തൻ്റെ കൂടെയുള്ളവരോടും വീട്ടുകാരോടും പറഞ്ഞു, അല്ലേ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അതായത് ലോക മനുഷ്യർ നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് മുഖത്തടിച്ചതുപോലെയുള്ള ഒരു മറുപടിയാണ് എന്ന് തോന്നാം. ഇങ്ങനെയുള്ള മറുപടികൾ നമുക്കും കിട്ടാറുണ്ട്, അല്ലേ? അതായത് നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള നെഗറ്റീവ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും കർത്താവ് നമ്മളോട് വളരെ രസകരമായി സ്നേഹപരമായി സംസാരിക്കുന്ന കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വരുന്ന അപജയങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ഓർത്ത് കർത്താവ് ഇങ്ങനെയാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തകർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, ലോക മനുഷ്യൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മുഖത്തടിച്ചതുപോലെയുള്ള മറുപടിയെന്ന് തോന്നാം, എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അതൊരു പ്രത്യാശാവചനം പോലെയാണ് തോന്നിയത്. ഇങ്ങനെ എന്താ പറഞ്ഞത്? നമുക്കെന്നാ വിട്ടുകളാ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ മാതാവിന് കൃപ ലഭിച്ചിരുന്നതുകൊണ്ട് അവൾക്കതൊരു പ്രത്യാശാവചനം പോലെയാണ് തോന്നിയത്. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് എന്തായാലും നമുക്ക് ദോഷമായിട്ട് വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ഇത് പ്രത്യാശാവചനം ആകുകയുള്ളൂ. ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്നുള്ള വിശ്വാസം നമ്മൾ ഏറ്റെടുക്കും. കാരണം അത് അറിയണമെങ്കിൽ ക്രിസ്തു സ്നേഹത്തിലേക്ക് വന്നെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൻ്റെ സ്നേഹം ഏതെങ്കിലും അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾ
ദോഷത്തിലേക്ക് വീഴുവാനോ അല്ല പ്രയാസത്തിലായിരിക്കുവാനോ ആഗ്രഹിക്കുമോ? ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചു കൂട്ടുക. ഇവിടെ മാതാവിനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവൾക്ക് അതിലൊരു പ്രത്യാശാവചനമാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണല്ലോ അവൾ ഓടിപ്പോയി വീട്ടുകാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണമെന്ന് പറഞ്ഞത്. അവൾ കർത്താവ് പറഞ്ഞത് ഒരു നെഗറ്റീവ് വചനമായിട്ട് ഏറ്റെടുത്തിരുന്നു എങ്കിൽ ഒരിക്കലും വീട്ടുകാരോട് ഞാൻ അങ്ങനെ പറയത്തില്ല. പക്ഷെ പെട്ടെന്ന് കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോഴും നെഗറ്റീവായിട്ട് തോന്നാമെന്ന രീതിയിൽ കർത്താവ് മാതാവിനോട് മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശാ വചനത്തെ അവൾ കണ്ടു, അല്ലേ? അതുകൊണ്ട് വീട്ടുകാരോട് ചെന്ന് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. കാരണം കർത്താവ് ചെയ്യുവാൻ പോകുന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു. ഇതെങ്ങനെ അറിയാം? ഇത് ആത്മീയ രഹസ്യ ബന്ധത്തിലൂടെ അറിയാം. മാതാവിനറിയാം കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം. കാരണം എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? സമയമായിട്ടില്ല, ഇന്ന് നടക്കത്തില്ല. അതാണ് ഈ നാഴിക എന്താണെന്നുള്ളതും അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ളതും മാതാവിന് അറിയുവാൻ കഴിഞ്ഞത് മാതാവും കർത്താവുമായിട്ട് രഹസ്യമായ ആത്മീയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ല, കിട്ടത്തില്ലത്. കർത്താവ് എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ഗെത്സമനെ തോട്ടത്തിൽ വെച്ചാണ്. അതുവരെയും കർത്താവിൻ്റെ നാഴിക വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് നാഴിക അല്ലെ തൻ്റെ സമയം എന്ന് പറയുമ്പോഴെല്ലാം അതിൻ്റെ ഉള്ളിലെ ആത്മീക അർത്ഥം ഇങ്ങനെയൊന്ന് കിടപ്പുണ്ട് എന്നുള്ള വിവരം ആത്മീകമായി രഹസ്യബന്ധമുള്ളവനെ പിടികിട്ടത്തുള്ളൂ. അല്ലാത്തവൻ ഇതെല്ലാം ലോകപരമായിട്ടേ ചിന്തിക്കത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ആത്മീക തീക്ഷ്ണതയുള്ളവന് മാത്രമേ അത് ആത്മാവിൽ ആ ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. സൂര്യനുണ്ടായത് 3-ാം ദിവസം, അപ്പം പിന്നെ 1-2 ദിവസം എങ്ങനെയുണ്ടായി, ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതെന്തോ ആപ്പിളാണോ പറിക്കുന്നത്? ആപ്പിളാണോ ശരിക്കും ഉള്ളത് അവിടെ? അത് എങ്ങനെ ഈ ആപ്പിൾ എന്നുള്ള പഴം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ആയിപ്പോയി. ആഡം ആൻഡ് ഈവ് എയ്റ്റ് ആപ്പിൾ എന്നങ്ങ് പഠിച്ചു വെച്ചു പോയി. സാധ്യത എന്തിനായിരിക്കും? ഏത് പഴത്തിനായിരിക്കും? ഇതൊരു നമുക്കൊരു ആത്മീയ അർത്ഥം ലഭിക്കേണ്ട ഒരു സംഗതിയാണ്. ഏത് പഴവും ആയിക്കോട്ടെ, ഒലിവാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒലിവാകാം. ആപ്പിളായിരിക്കാൻ അത്തിയാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? കാരണം പറയണം. അത്തിയില കൊണ്ടാണ് നഗ്നത മറച്ചത്. അതുകൊണ്ട് അത്തിയായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല, എന്തും ആയിക്കോട്ടെ. അതിനകത്ത് ആത്മീയ അർത്ഥങ്ങളെല്ലാം വേറെ ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ആത്മീയ അർത്ഥം പിടികിട്ടുവാനായിട്ട് രഹസ്യ ബന്ധമുണ്ടാവണം. അത് ഓരോരുത്തർക്കും വളരെ വ്യക്തിപരമായ രഹസ്യബന്ധം ക്രിസ്തുവിനോടുണ്ടാകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും ഭാര്യയ്ക്കറിയാതെ ഭർത്താവിനും രഹസ്യമായൊരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ രഹസ്യമായൊരു സമയം ക്രിസ്തുവിനോടൊപ്പം ഉണ്ടാവണം. മക്കൾ അമ്മയപ്പന്മാർ അറിയാതെ രഹസ്യമായി കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതിനുള്ള ആ കൃപ പരിശുദ്ധാത്മാവ് തന്നെയാണ് തരേണ്ടത്. ഇതാണ് പിശാച് നശിപ്പിച്ചു കളയുന്നത്. ക്രിസ്തുവുമായിട്ട് സ്നേഹം ഉണ്ടാകരുത്, ബാക്കിയെല്ലാം നടക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, അപ്പോൾ സഭാപരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആത്മീയതയാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. അതിനകത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെന്ന് എത്തുന്നത് എവിടെയാണ്? വഴക്കിലും നിഗളത്തിലുമാണ്. എളിമ നഷ്ടപ്പെടും. ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലെന്നുണ്ടെങ്കിൽ എളിമ നഷ്ടപ്പെടും. ഇനി എളിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ വളരെ ആഴത്തിലൊന്ന് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. എളിമ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എളിമയെപ്പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കെല്ലാം തോന്നുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം വളരെ വിനയവും എളിമയും ഉള്ളവരാണെന്ന്. എനിക്കങ്ങനെ തോന്നലുണ്ട്. പക്ഷേ എന്നെ കാണുന്നവരെല്ലാം പറയുന്നത് ഇതുപോലെ ആങ്കാരിക ഒരുത്തിനില്ലെന്നാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. രൂപത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം, പിന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ചുമ്മാ തോന്നുക എന്നെപ്പോലെ നല്ലവനില്ല എന്ന് തോന്നുകയാണ്.
അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരുന്ന് സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ എളിമയെപ്പറ്റി ദൈവം നമ്മളെ പഠിപ്പിച്ചു തരും. അതായത് കർത്താവിൻ്റെ എളിമയെപ്പറ്റി നമ്മൾ ശരിയായെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൻ രാജാതി രാജാവാണ്, പക്ഷെ തന്നെത്താൻ ഭോഷനാക്കുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിതാവാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായൊരു അംഗീകാരമുണ്ട്. അതേസമയം യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഈ വാക്യം നിങ്ങൾ കണ്ടുപിടിക്കാമോ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്ന് കർത്താവിനെക്കുറിച്ച് ഒരു പ്രവചനമുണ്ട്. ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ദാസൻ എന്നാണ് പറയുന്നത്. അതേസമയം കണ്ടുപിടിച്ചോ, 42-ാം അധ്യായത്തിലാണത്. 1-ാം വാക്യം വായിച്ചേ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അത് ഒരു ദാസനായിട്ടാണ് കർത്താവിനെ അവിടെ പ്രവാചകൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതേസമയം തന്നെ മീഖായിൽ അവൻ രാജാവായി വരും. അത് എളിമയോടുള്ള വരവല്ല, എളിമയോടുണ്ട്, എളിമയോടുള്ള വരവല്ല. അപ്പോൾ ശരിക്കും എളിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് ഞാൻ ചെറിയൊരു കഥ പറയാം, ചെറിയൊരു കഥ. അപ്പോൾ നമ്മൾ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ എളിമയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. അതായത് കാലൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാലൻ, മൃത്യു ഒരു ശില്പിയെ സന്ദർശിച്ചു. അതായത് കൊണ്ടുപോകാൻ വരുവാണ്. ശില്പി വളരെ മനോഹരമായി ശില്പങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു ശില്പി. നിങ്ങൾ ചിരിക്കുന്നല്ലോ, കഥ അറിയാമോ ഇത്? ഇല്ല, അപ്പം ഞാൻ രക്ഷപ്പെട്ടു. പെരുന്തച്ഛൻ്റെ കൂട്ടൊരു ശില്പി. അപ്പോൾ ശില്പിയുടെ സമയമായി. കാലൻ അഥവാ മൃത്യു ശില്പിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശില്പി എങ്ങനെയോ ഈ വിവരം നേരത്തെ മനസ്സിലായി. അപ്പോൾ കാലനെ പറ്റിച്ചേക്കാം, അല്ലെ മൃത്യുവിനെ പറ്റിച്ചേക്കാം എന്ന് വിചാരിച്ച് ശില്പി എന്ത് ചെയ്യുന്നറിയാമോ? ശില്പി തന്നെ പോലെ ഇരിക്കുന്ന 7 പ്രതിമകളെ, ഈ മെഴുക് പ്രതിമകളൊക്കെ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ ഇരിപ്പുണ്ട്, ഞാനിത് പോയി കണ്ടിട്ടുണ്ട്. പച്ച മനുഷ്യൻ നിൽക്കുന്ന പോലെ ഇരിക്കും. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒറിജിനൽ ആളിങ്ങനെ നിൽക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ ഈ ശില്പി ഉണ്ടാക്കി തന്നെ പോലെ 7 പേരെ ഉണ്ടാക്കിയിട്ട് 8ാമത്തവനായിട്ട് നടുക്കേറി ഇയാൾ നിന്നു. മൃത്യു വരുമ്പോൾ കൺഫ്യൂഷനായിട്ട് എടുത്തുകൊണ്ട് പോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. മൃത്യു ആരാ മോൻ? മൃത്യു വന്നു. മൃത്യു നോക്കിയപ്പം 8 എണ്ണം നീക്കുന്നു. ഇതിലാരാണ് ഒറിജിനൽ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. മൃത്യുവിന് വരെ പിടികിട്ടാത്ത അവസ്ഥയായിപ്പോയി. പിശാചിന് ജ്ഞാനമുണ്ടല്ലോ, മണ്ടന്മാർ നമ്മളല്ലേ. അപ്പോൾ മൃത്യു പറഞ്ഞു, മൃത്യുവിന് മനസ്സിലായി തനിക്കിട്ട് പണിഞ്ഞതാണ് എന്നുള്ള കാര്യം മൃത്യുവിന് മനസ്സിലായപ്പോൾ മൃത്യു പറഞ്ഞു, സംഭവമൊക്കെ കൊള്ളാം, നല്ല ഫിനിഷുണ്ട്, പക്ഷേ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതിനൊരു ചെറിയ അപാകതയുണ്ടെന്ന് പറഞ്ഞു. ഈ മണ്ടൻ ശില്പിയോടനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, വാമോനെ എന്ന് പറഞ്ഞു, ബാ പോവാം. പോവല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന്? ഉള്ളിലുള്ള അഹന്തയാണ് ഈ സാധനം. എന്താണ്? എനിക്കൊരു കുറവുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ വയ്യ. അതാണ് ധനവാനോട് കർത്താവ് പറയുന്നത്, നിനക്കൊരു കുറവുണ്ട്. അവന് പൈസ വിട്ടുകളയാനുള്ള ബുദ്ധിമുട്ടല്ല ശരിക്കും. ആ കുറവ് എന്താണ്? ആ അഹന്തയാണ്. അവൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ കിടക്കുക. അവൻ പറയുന്നത് എന്താണ്? ഞാൻ ന്യായപ്രമാണം പാലിക്കുന്നുണ്ട്, കൽപ്പനകൾ അനുഷ്ഠിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുക. നമ്മുടെ ഉള്ളിലെല്ലാം ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഈ സാധനം കിടപ്പുണ്ട്. എത്ര എളിമയുണ്ടെന്ന് പറഞ്ഞാലും ഈ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അത് നമ്മൾ പോലും അറിയാതെ
ഉള്ളിൽ കിടപ്പുണ്ട്. പത്രോസിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു ഈ സാധനം. ആത്മീയരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പത്രോസിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് ഇത് കയറിയെന്നറിയാമോ? പത്രോസിൻ്റെ ഉള്ളിൽ കയറി ഈ സാധനം. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നീ എന്നെ ആരെന്ന് വിളിക്കുന്നു? അല്ലെങ്കിൽ ശിഷ്യന്മാരോട് എല്ലാവരും കൂടെ ചോദിച്ചു. എല്ലാവരും പപ്പപ്പായൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് കയറി അങ്ങ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പത്രോസിനോട്, പത്രോസെ, കൊള്ളാം, ജഡരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കെടുത്ത് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പത്രോസിൻ്റെ ഉള്ളിൽ പത്രോസ് പോലും അറിയാതെ ഈ സാധനം കയറി. ഞാൻ കൊള്ളാമല്ലോ. അതുകൊണ്ടാണ് പിന്നീട് കർത്താവ് ഒരു ഹിൻ്റ് കൊടുക്കുന്നുണ്ട്. ശീമോനെ, സാത്താൻ എന്നെ കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നീ പിടിച്ചു നിന്നതെന്ന്. ഈ സാധനത്തെ പത്രോസ് പിന്നീട് അവൻ്റെ ഉള്ളിലുള്ളത് കർത്താവ് വെളിവാക്കി കാണിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പത്രോസിൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു, ബർയോന ഷീമോനെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബർ യോന എന്ന് പറഞ്ഞാൽ ബാർ ആലോഹോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാർ ആലോഹോ. ബർ എന്ന് പറഞ്ഞാൽ ബ്രോ കാദീശോ. ബ്രോ എന്ന് പറഞ്ഞാൽ പുത്രൻ. ബാർ ആലോഹോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ ബർ യോന എന്ന് പറഞ്ഞാൽ യോനയുടെ പുത്രൻ. അതായത് യോനയുടെ പുത്രനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ 3 തവണ ചോദിക്കുന്നുണ്ട്. ആ 3 തവണ ചോദിച്ച് അവൻ്റെ സ്നേഹത്തെ ദൈവം കർത്താവ് ഉറപ്പിച്ചതിന് ശേഷമാണ് സുവിശേഷ വേലയ്ക്ക് വിടുന്നത്. കാരണം ആദ്യം ഇവൻ്റെ ഉള്ളിൽ കയറിയ അഹന്ത അവൻ പുറത്തേക്ക് കൊണ്ടുവന്നത് എപ്പോഴാണെന്നറിയാമോ? അവിടെയും കർത്താവ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. കോഴി കൂകാന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരുടെ ബ്യൂഗിളാണത്, അല്ലാതെ അപ്പുറത്ത് നിന്ന് കൊക്കരക്കോ കോഴിയല്ലത്. ഈ ബ്യൂഗിൾ അത് യുദ്ധത്തിന് അവർ ഊതും. ഇത് ടൈമിങ് അനുസരിച്ച് യൂതും. യുദ്ധത്തിന് മുമ്പ് മാത്രമല്ല, നമ്മളിവിടെ സൈറന് മുഴക്കുന്നത് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? പത്തനംതിട്ടയൊക്കെ ഉണ്ട്. ഓക്കെ. ഭയങ്കര ശബ്ദമാണ് എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദമാണിത്. അവിടെ പട്ടാളക്കാർ ചെയ്യുന്നതാണ്, അവരുടെ എന്തോ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കർത്താവ് ശീമോനോട് പറയുകയാണ്, ശീമോനെ, കോഴി കൂവുന്നതിന് മുമ്പ്, അതായത് ബ്യൂഗിൾ കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. വാണിംഗ് കൊടുത്തു. അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിന്നോടുകൂടി മരിക്കേണ്ടതെന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? മറ്റേ അവിടെ നിന്ന് കിട്ടിയതാണ്. എവിടെ നിന്ന് കിട്ടി? ആ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. എവിടെ നിന്ന് കിട്ടി? മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായൻ്റെ പിതാവ് അത്രേനെ നിന്നിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക കോൺഫിഡൻസ് കയറി. പക്ഷെ അതിൻ്റെ കൂടെ ഒരു മാനുഷിക അഹങ്കാരം കൂടെ കയറി. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് പത്രോസ് പറയുന്നത്, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറയുന്നത്. സത്യമാണ് പത്രോസ് പറഞ്ഞത്. ആ കോൺഫിഡൻസിലും സ്നേഹത്തിലുമാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന അഹന്തയുടെ ഭാഗത്തെ കർത്താവ് കണ്ടു, പത്രോസിന് കാണാൻ പറ്റിയില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പല അഹന്തകളും നമുക്ക് കാണുവാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയുള്ളവരും സഹനശക്തിയുള്ളവരും എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിലും കാണും. ഒരു വ്യക്തി നമ്മളെ വെറുക്കുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലും എന്തെങ്കിലും കാണും. ഇത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് കാണാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. അവൻ പോയിൻ്റ് ചെയ്ത് തരും. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എളിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു തിന്മയുടെ വ്യാപാരമാണ്. ഇപ്പോൾ ഈ ശില്പിയുടെ കാര്യം കണ്ടില്ലേ? അയാളുടെ ഫൈനൽ മൂമെൻ്റാണ്. പക്ഷേ മൃത്യു എന്ന് പറയുകയാണ്, ഇതിന് ഒരെണ്ണത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് പറയാം, അങ്ങനെ ഞാനുണ്ടാക്കിയതിന് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഞാനാണോ ഉണ്ടാക്കിയത്, അത് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഒരു സംഗതി
നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. അപ്പോൾ എപ്പോഴും അനുതാപൂർണമായും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലിരുന്ന് ഇങ്ങനെയുള്ള മറഞ്ഞു കിടക്കുന്ന തിന്മകളെ, പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവയവങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അഹങ്കാരമാണ് ഈ അല്ലെങ്കിൽ പാപമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അതായത് ഞാൻ അത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല. ക്രിസ്തുവിൽ സമ്പൂർണ്ണമായി ആകാതെ ഇത് കുറഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അവനോ വളരണം ഞാനോ കുറയണം. ഈ ഞാനാണ് ഈ പ്രശ്നം. ഞാൻ അയാംനെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ അയാംനെസ്സിൽ ഏത് അയാംനെസ് കയറി വരണം? ക്രിസ്തു എന്ന് ഞാനാകുന്നു എന്ന് പറയുന്ന ആ അയാംനെസ് കയറി വരണം. അങ്ങനെ കയറി വരുവാൻ വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് ഈ മാത്യുസ്രം പാപ്പച്ചനൊക്കെ സംസാരിച്ച പോലെ സംസാരിക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കുമ്പോൾ കർത്താവ് ഓരോന്നോരോന്ന് പതിയെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ആത്മീയമായി ക്രിസ്തുവിനോടൊപ്പം വളർത്തുകയും അവൻ്റെ പ്രായത്തിനൊത്ത് സമ്പൂർണതയായ പ്രായത്തിനെന്നാണ് പറയുന്നത്. അത് എഫ്.എസ്. ലേഖനം 1 അധ്യായം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എഫ്.എസ്. ലേഖനം 1 അധ്യായത്തിലല്ലേ അതോ 2 അധ്യായത്തിലാണ്? എഫ്.എസ്. ലേഖനം 2-ലുമല്ല 3-ലുമല്ല 4 അധ്യായം 12 വാക്യം. എഫ്.എസ്. ലേഖനം 4 അധ്യായം 12 വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും സ്ത്രീത്വവും. പുരുഷത്വം എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം സ്ത്രീത്വമുണ്ട്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അത് സമ്പൂർണത എപ്പോഴാണ് വരുന്നത്? അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സമ്പൂർണത വരത്തുള്ളൂ. ഒറ്റയടിക്ക് ആരും സമ്പൂർണ്ണരാകില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിലേക്ക് വളർന്നു വരുമ്പോൾ ദൈവം കർത്താവ് തൻ്റെ രഹസ്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ നമ്മളെ ഉള്ളിലെ ഈ അഹന്തയും ഇരുട്ടും നമ്മളുടെ അയാംനെസ്സും പോയിട്ട് ക്രിസ്തുവിൻ്റെ അയാംനെസ് വന്ന് നിറയുകയും ചെയ്യും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു എന്ന് പറയുകയാണ്. എന്നാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കാണാൻ വയ്യ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം ആരാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സഭ. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു എന്നല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുക. മാതാവിൻ്റെ കോഴിച്ചാപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് നമുക്കിന്നത്തെ ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കി പോകേണ്ടത്. അതായത് ദൈവമാതാവിൻ്റെ ഒരു സൗന്ദര്യം കർത്താവിലേക്ക് പകർന്നു കൊടുത്തു. അത് ക്രിയേറ്റഡ് ബ്യൂട്ടിയാണ്. അൺക്രിയേറ്റഡ് ബ്യൂട്ടിയുണ്ട്. അത് പിതാവിൻ്റെ മഹിമയിൽ നിന്ന് കർത്താവിലുള്ളതാണ്. ക്രിയേറ്റഡ് ബ്യൂട്ടിക്കായിട്ട് അതിൽ ബാഹ്യ സൗന്ദര്യം എന്നുള്ള കൺസെപ്റ്റ് അല്ല. ബാഹ്യ സൗന്ദര്യമുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് യഹൂദ സ്ത്രീയാണ്, സുന്ദരിയായിരുന്നിരിക്കണം. എന്നാൽ അവളുടെ സൗന്ദര്യത്തിനകത്ത് യഥാർത്ഥ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരു വാള് കടത്തിവിട്ടിരുന്നു. അവൾ കറുത്തവളായിപ്പോയി. കറുത്തവളെന്ന് പറഞ്ഞാൽ തൊലി നിറം എന്നുള്ള അർത്ഥമല്ല. കറുത്തവളെന്ന് പറഞ്ഞാൽ അവൾ ആക്ഷേപിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും പോകാവുന്ന ഒരു കഥാപാത്രമായിപ്പോയി. പിന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ യഹൂദിയ മലനാടുകളൊക്കെ നടന്നു കയറുക എന്നൊക്കെ പറഞ്ഞാൽ
എത്ര ദിവസം വേണം? എന്നോടൊരു മെത്രാപ്പോലീത്ത ഇങ്ങനെ പറഞ്ഞു, വെച്ചാൽ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യുക. നമ്മൾ വായിച്ചു വിടുമ്പോൾ വളരെ എളുപ്പമാണ്. അവർ നസറേത്ത് ഗലീലയിൽ നിന്ന് പുറപ്പെട്ട് പേർവഴി ചാർത്തുവാൻ ബേത്ലഹേമിലേക്ക് എത്തി. ഒരു ഗർഭിണിയായ പെണ്ണുപിള്ളയും കൊണ്ട് ഒരുത്തൻ ഇങ്ങനെ നടക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം, എത്ര കിലോമീറ്ററുണ്ട്, അതും കുന്നും കുഴിയും. എനിക്ക് തോന്നുന്നു 1 മാസമെങ്കിലും നടക്കണം മിനിമം. അപ്പോൾ എവിടെ ഉറങ്ങി, എത്ര ദൂരം നടന്നു? എന്നോട് തിരുമേനി പറഞ്ഞു, കർത്താവ് എത്ര ദൂരം നടന്നിട്ടുണ്ടെന്നൊന്ന് സ്റ്റഡി ചെയ്യാമോ? അപ്പോഴേ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാകത്തുള്ളൂ. ഇനി ഈ ബേത്ലഹേമിൽ വന്നു. എവിടെ നിന്നാണ് വന്നത്? ഗലീലയിൽ നിന്നാണ് വന്നത്. 250 മൈലുണ്ട് ബേത്ലഹേം ഗലീലയും തമ്മിൽ. ഈ 250 മൈല് നടന്ന് ഇങ്ങെത്തി. എങ്ങനെ ഭക്ഷണം കഴിച്ച് കാണും? എവിടെ കിടന്ന് കാണും? നടന്നാണോ വന്നത്, അല്ല മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് വല്ലതുമാണ്? ഈ ഒരു ഭാര്യ, ഗർഭിണിയായ ഒരു സ്ത്രീയുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് പ്രസവം. നീ പ്രസവിച്ച് കഴിഞ്ഞ് സ്വസ്ഥതയുണ്ടോ? വേറെ രാജ്യത്തേക്ക് പോകാനാണ് പറയുന്നത്, ഈജിപ്തിലോട്ട്. ഇതിൻ്റെ ഇരട്ടി ദൂരമുണ്ട്. ഇപ്പം വന്നതിൻ്റെ ഇരട്ടി ദൂരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വായിച്ചപ്പം പെട്ടെന്ന് വായിച്ചു വിട്ടു. മാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വിഷയമാണ്. ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലോട്ട് പോകാൻ പറയുന്നു ദൂതൻ. ജോസഫ് ഇവളെയും പൊക്കിക്കൊണ്ട്, കുഞ്ഞിനെയും പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഒരു രാജ്യം ക്രോസ് ചെയ്യാണ്. ഇതിൻ്റെ ഇരട്ടി ദൂരം. അവിടെ കുറേ കാലം പാർത്തിട്ട് പറയുന്നു, നീ തിരിച്ച് ഗലീലേക്ക് പോയി. അപ്പോൾ അത്രയും ദൂരവും പിന്നെ അങ്ങോട്ട്, പിന്നെ യെരുശലേം ദേവാലയത്തിലേക്ക് മറ്റൊരു നടപ്പ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമാണോ? അങ്ങനെ ഇതെല്ലാം, ഈ വേദനകളും യാതനകളും എല്ലാം എടുത്ത് താൻ കറുത്തവളായിപ്പോയി. പക്ഷേ ശലോമോൻ്റെ തിരശീല പോലെ അഴകുള്ളവളായി. കാരണം ശലോമോൻ്റെ തിരശീല അതിവിശുദ്ധ സ്ഥലത്തിരുന്ന് സാക്ഷ്യപെട്ടകത്തെ മൂടിയിരിക്കുന്ന തുണിയാണ്. ആ അതിവിശുദ്ധമായ കർത്താവാകുന്ന സ്വർഗീയ മന്നയെ മൂടിവെച്ചവളായി അവൾ പരിലസിക്കപ്പെട്ടു. അപ്പോൾ മാതാവിൻ്റെ ഈ പുകഴ്ച പെരുന്നാളിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ ബ്യൂട്ടി, കർത്താവിൻ്റെ ഇന്നർ ബ്യൂട്ടി, മാതാവിൻ്റെ ബ്യൂട്ടി, മാതാവിൻ്റെ ഇന്നർ ബ്യൂട്ടി. ഇതിനെല്ലാം ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് പറയുവാനുള്ള കാരണം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിനൊത്തവണ്ണം അവൾ വളർന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഓരോ ആത്മീയ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ സമ്പൂർണതയിലേക്കുള്ള വളർച്ചയെ നമ്മൾ ലക്ഷ്യം കാണാം. ഇടയ്ക്ക് നമ്മൾക്ക് വീഴ്ചകളൊക്കെ പറ്റിയെന്ന് വരാം. പക്ഷേ ക്രിസ്തു ഒന്നാമത്, വൺ ആൻഡ് ദ ഓൺലി പേഴ്സൺ അറ്റ് ദ ടോപ്പ്. ഇതിപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സഭാപരമായും ആരാധനപരമായും നമ്മുടെ പള്ളികൾക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ആരാധനാ ജീവിതത്തിന് കുഴപ്പമുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി എല്ലാ വീടുകളിലും പാട്ടുകളും ബഹളങ്ങളും ഒക്കെ വെച്ച് നമ്മൾ അറിയിച്ചു എന്നൊക്കെ പറയുന്നു. ഈ അറിയിച്ചവൻ്റെയും പോയവൻ്റെയും ഒക്കെ ഉള്ളിൽ യഥാർത്ഥമായി ക്രിസ്തു ജനിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണോ പോയത്, അതോ കാശ് പിരിക്കാൻ മാത്രമാണോ പോയത്? അത് വേണം, വേണ്ടെന്ന് പറയുന്നില്ല, അത് ചെയ്യണം. പക്ഷേ നമ്മൾ ഈ 10 ദിവസവും കരോളൊക്കെ ഇറങ്ങിയിട്ട് ആരാധനയ്ക്കില്ല, കാരണം ക്ഷീണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുക എന്ന് പറയും, ബാക്കിയെല്ലാം രണ്ടാമത്. അപ്പോൾ തന്നെ ഉപേക്ഷയായി. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തോളം വളർന്ന് കർത്താവിൻ്റെ അകത്തെ സൗന്ദര്യം നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകം അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ നിന്നിൽ ദൈവാഗ്നി നിവസിക്കേനി കത്തിയെരിഞ്ഞിൽ
ഇല്ലാതമ്പോടുണ്ടായി വന്ന സസ്യമതെന്നാൽ മഹിമാവേറുന്നോ ദിവ്യേശായ അത്ഭുതമെന്തും മഹിമാവേറുന്നോ ദിവ്യേശായ അത്ഭുതമെന്തും മുദ്രിതമായിടും തോട്ടം പോലെ കണ്ടാൻ നിന്നെ ശ്രേമോ കന്യേ ദൈവത്തിൻ തിരുവചനത്തെ ഗർഭേ കൈക്കൊണ്ടോളേ കന്യേ ദൈവത്തിൻ തിരുവചനത്തെ ഗർഭേ കൈക്കൊണ്ടോളേ ഹസ്കിയേൽ കണ്ട മഹിതരഥത്താ നിന്നെ സൂചിപ്പിച്ചു ദൈവപ്രസവിത്രി വെന്നുരഥത്തെ കേറും ലാവണ്യം ദൈവപ്രസവിത്രി വെന്നുരഥത്തെ കേറും ലാവണ്യം മാതാവേ ദൈവ പുത്രനെയേന്തി പ്രോന്നതിയാർജിച്ചോണം ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം